പ്ലാറ്റ്ഫോമിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അത് ക്ലിക്ക് ചെയ്തിട്ട് ആ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. ഇതിലിപ്പോൾ നമുക്ക് സൈൻ ചെയ്യാനുള്ള ഓപ്ഷനും രജിസ്റ്റർ ചെയ്യാനുള്ള ഓപ്ഷനും കാണാം. അപ്പോൾ നമ്മളിതിൽ രജിസ്റ്റർ വേണം കൊടുക്കാനായിട്ടുള്ളത്. ഈ രജിസ്റ്റർ ഓപ്ഷൻ കൊടുത്തിട്ട് അതിൽ വാട്സാപ്പ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് വാട്സാപ്പ് നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് സെൻഡ് കോഡ് കൊടുക്കുന്ന സമയം നമ്മളെ വാട്സാപ്പിലേക്ക് ഒരു കോഡ് അവർ അയച്ചു തരും. ആ കോഡ് വാട്സാപ്പിൽ നിന്ന് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യണം. അതിനുശേഷം താഴെയായിട്ട് നമ്മളെ മെയിൽ ഐ ഡി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ മെയിൽ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെ അവരൊരു പാസ്വേഡ് ചോദിച്ചിട്ടുണ്ട്. ആ പാസ്വേഡും കൊടുക്കുക. പാസ്വേഡിൽ ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടായിരിക്കണം, പിന്നെ സ്മാൾ ലെറ്റേഴ്സ് ഉണ്ടായിരിക്കണം, പിന്നെ നമ്പേഴ്സ് യൂസ് ചെയ്യണം, പിന്നെ ഏതെങ്കിലും ഒരു സിമ്പിൾസ് യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ ആ പാസ്വേഡ് കൊടുത്ത് നമുക്ക് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ നമുക്കൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും. അതിൽ ഡിസ്കവർ നൗ കൊടുക്കുന്ന സമയത്ത് ഏത് അക്കൗണ്ടാണ് നമുക്ക് വേണ്ടത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിൽ 2 ഫേസ് അക്കൗണ്ട് സെലക്ട് ചെയ്ത് ക്ലെയിം കൊടുത്താൽ മതി. ഐ അഗ്രി എന്നുള്ളത് ടെക്ക് കൊടുത്തതിന് ശേഷം അവർ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ചോദിക്കും. അപ്പോൾ പേയ്മെൻറ്റ് മെത്തേഡ് ചോദിക്കുന്നത് നമ്മൾ വാലറ്റ് ബാലൻസ് ഓപ്ഷൻ കൊടുത്താൽ മതി. അതിൽ $0 നമ്മൾ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഇനി ഇതിൽ ആ പ്രൊസീഡ് പേയ്മെൻറ്റ് എന്നുള്ളത് കൊടുക്കുന്ന സമയത്തേക്ക് നമ്മുടെ അക്കൗണ്ട് നമുക്ക് ആക്റ്റീവായിട്ട് കിട്ടും. ഇതിൽ തന്നെ ഡീറ്റെയിൽസ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് പറ്റും. ലോഗിൻ ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് MD5 ലോഗിൻ ചെയ്യാനുള്ള ക്രെഡൻഷ്യൽസ് കിട്ടും. പിന്നെ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ അക്കൗണ്ടിന് കൺസിസ്റ്റൻസി സ്കോർ 35% വരുന്നുണ്ട്. അക്കൗണ്ട് പാസ്സാക്കുന്ന സ്റ്റേജിൽ നമ്മൾ അത് നോക്കേണ്ട കാര്യമില്ല. പേ ഔട്ട് കൊടുക്കുന്ന സമയത്താണ് ഇത് ബാധകമായിട്ട് വരുന്നത്.